ഓഗസ്റ്റ് 2-ാം തീയതിയിലെ സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് സുപ്രീം കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ജഡ്ജ്മെൻ്റാണ്. SC കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ SC കാസ്റ്റിൽപ്പെട്ട അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട കാസ്റ്റുകളെ സബ് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട് എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു സബ് ക്ലാസിഫിക്കേഷൻ, എന്താണ് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ്, എന്താണ് ഇതിൻ്റെ റിലവൻസ് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി റിസർവേഷനുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസിൽ നമ്മൾ മുന്നേ ഉണ്ടായിട്ടുള്ള ഡിസ്കഷൻസിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ അത് SC ആയിക്കോട്ടെ, ST ആയിക്കോട്ടെ, OBC ആയിക്കോട്ടെ, ഇവിടെ SCയുടെ കേസാണ്. അതിൽ കുറേ കാസ്റ്റ് വിഭാഗങ്ങളുണ്ട് അല്ലേ, ഒരുപാട് കാസ്റ്റസ് ചേർന്നിട്ടുള്ളതാണ് SC എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്. അപ്പോൾ ഇതിൽ തന്നെ ചില കാസ്റ്റുകൾക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റുകളെല്ലാം കിട്ടുന്നത്, മറ്റു ചില വിഭാഗങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബെനിഫിറ്റും കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു ബെനിഫിറ്റ് എല്ലാ വിഭാഗത്തിനും കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനാണ് സബ് ക്ലാസിഫൈ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ നേരത്തെ സംസ്ഥാനങ്ങൾ സബ് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ സുപ്രീം കോടതി അതിന് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നില്ല. കാരണം സബ് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല എന്നാണ് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ സുപ്രീം കോടതിയുടെ റീസെൻ്റ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റിൽ സ്റ്റേറ്റിന് സബ് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള അധികാരമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുവഴി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിന് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് നൽകാം, അത് വിദ്യാഭ്യാസത്തിലായാലും പബ്ലിക് എംപ്ലോയ്മെൻറ്റിലായി നൽകാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 7 ജഡ്ജ് ഭരണഘടനാ ബെഞ്ചിൻ്റെ നേതൃത്വത്തിൽ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള DY ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ബെഞ്ചാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഇതുവഴി നമ്മളുടെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ആ ഒരു റിസർവേഷൻ എന്ന് പറയുന്ന ബെനിഫിറ്റ് എഫക്റ്റീവ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ്സിന് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ്സിന് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഉണ്ട് ഇത്തരത്തിലുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും അതിൽ വഴി ടാർഗറ്റഡ് ആയിട്ടുള്ള പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് നൽകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ഉത്തരവായിട്ടുള്ളത്. നേരത്തെ OBCയിൽ സബ് ക്ലാസിഫിക്കേഷൻ അലൗഡ് ആണ് എന്നുള്ളത് ഇന്ദിരാസാനി കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റിലും ഇത് അപ്ലിക്കബിൾ ആണ് എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതുവഴി നമുക്കറിയാം ഷെഡ്യൂൾഡ് കാസ്റ്റിന് അല്ലെങ്കിൽ റിസർവേഷൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ അഫർമേറ്റീവ് ആക്ഷൻസ് ആണ് റിസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 15 ക്ലോസ് 4 പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് എന്നൊക്കെ പറയുന്നെടുക്കാം. ഈ കാസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സബ് ഡിവിഷൻ ആയിട്ടാണ് പറയുന്നത്. ആർട്ടിക്കിൾ 16 ക്ലോസ് 5 ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെൻറ്റ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി സ്റ്റേറ്റ്സിൻ്റെ അധികാര പരിധിയിൽ വരുന്നില്ല, അത് പ്രസിഡന്റ് ആണ് നോട്ടിഫൈ ചെയ്യുന്നതായിട്ടുള്ള കൊടുത്തു നോക്കാം. അപ്പോൾ ഓരോ സ്റ്റേറ്റ്സിലെ പിന്നോക്കം നിൽക്കുന്ന കാസ്റ്റ് വിഭാഗങ്ങളെ ചേർത്തുകൊണ്ട് ഓരോ സ്റ്റേറ്റിനും ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഓരോ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. ഇത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 341 ക്ലോസ് 1 പ്രകാരമാണ് പ്രസിഡന്റ് ചെയ്യുന്നതെന്ന് കൂടി ഓർത്ത് വെക്കാനായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രസിഡന്റ് ലിസ്റ്റിൽ ഓർത്ത് വെക്കുക, പ്രസിഡന്റ് ഉണ്ടാക്കുന്ന ലിസ്റ്റിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള അധികാരം ആർക്കുമില്ല, അത് പ്രസിഡന്റിനും പാർലമെന്റിനും ഒക്കെ മാത്രമേ അധികാരമുള്ളൂ, അല്ലാതെ സ്റ്റേറ്റ്സിനില്ല. പക്ഷേ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽ ആ ഒരു ലിസ്റ്റിൽ ആൾക്കാരെ സബ് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അധികാരം ആർക്ക് അധികാരമുണ്ട്? ഇപ്പോൾ സ്റ്റേറ്റ്സിനുണ്ട് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. പക്ഷേ മുന്നേ ഇതേപോലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും 2005 സുപ്രീം കോടതി തന്നെ EV ചിന്നയ്യ കേസ് വേർഡിക്റ്റിൽ ഇത്തരത്തിൽ സബ് ക്ലാസിഫൈ ചെയ്യാനുള്ള അധികാരം സ്റ്റേറ്റ്സിന് ഇല്ല. ബിക്കോസ് ഷെഡ്യൂൾഡ് കാസ്റ്റുകളുമായി ബന്ധപ്പെട്ട വിഷയം സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്നതല്ല, സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള അധികാരത്തിൽ വരുന്നതല്ല എന്നുള്ളതാണ് ഈ ഒരു സുപ്രീം കോടതി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനെ തിരുത്തിക്കൊണ്ടാണ് ഈ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഇവിടെ വേണമെങ്കിൽ 4 ജഡ്ജസ് റെക്കമെൻഡ് ചെയ്തെന്ന് വെച്ചാൽ അതായത് OBCക്കുള്ള അതേപോലെ തന്നെ ക്രിമിലെയർ പ്രിൻസിപ്പിൾ, അതായത് സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽ നിന്നും അവരുടെ റിസർവേഷൻ ആനുകൂല്യത്തിൽ നിന്നും ഒഴിവാക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുവഴി താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള ആൾക്കാർക്ക് റിസർവേഷൻ നൽകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. എന്നാൽ ജസ്റ്റിസ് ബേല ത്രിവേദി ഇതിനോട് ഡിസെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേറ്റ്സിന് അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സ്റ്റേറ്റ്സ് അത് പ്രസിഡൻഷ്യൽ ലിസ്റ്റാണ്, അതിൽ ക്രമീകരണം നടത്താൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ്സിന് അധികാരമില്ല എന്നുള്ളതാണ് ഡിസെൻഡിങ് ഒപ്പീനിയൻ വന്നിട്ടുണ്ടായത്. പക്ഷേ മെജോറിറ്റി ഒപ്പീനിയൻ ആണ് പ്രിവെയിൽ ചെയ്യുക. സോ ഈ ഒരു സബ് ക്ലാസിഫിക്കേഷൻ അലൗഡ് ആണ്. അതായത് സെൻട്രൽ ഗവൺമെന്റിന് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേറ്റുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ക്രിമിലെയർ ക്രൈറ്റീരിയ SC STയിലും കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്ത് വെക്കുക. റിസർവേഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ജഡ്ജ്മെന്റ് ആണെന്ന് ഓർത്ത് വെക്കാം. അടുത്തത്
ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലെ എബോവ് നോർമൽ റെയിൻഫോൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. അതായത് സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് മഴ പെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ കാരണം എന്താണ് ഈ എബോവ് നോർമൽ റെയിൻഫോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി നമ്മളുടെ രാജ്യത്ത് ഒരു ലോങ് പീരീഡ് ആവറേജ് എന്ന് പറയുന്നത് 30 വർഷമോ അല്ലെങ്കിൽ 15 വർഷമോ 20 വർഷത്തെ ഒക്കെ ഡാറ്റ എടുത്തുകൊണ്ടാണ് ലോങ് പീരീഡ് ആവറേജ് എത്രയാണ് ശരാശരിയായിട്ട് മഴ പെയ്യുന്നത് എന്നുള്ളത്. അതിനേക്കാൾ 106% മേലെ വരുമ്പോഴാണ് ലോങ് പീരീഡ് ആവറേജിന് 106% മേലെ വരുമ്പോഴാണ് അതിനെ എബോവ് നോർമൽ എന്ന രീതിയിൽ വിളിക്കുന്നതെന്ന് ഓർത്ത് നോക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള എബോവ് നോർമൽ സിറ്റുവേഷൻ കാരണം ലാനിന അല്ലെങ്കിൽ ലാനിന പോലുള്ള സാഹചര്യങ്ങൾ ഈ ഒരു ആഗസ്റ്റ് മാസത്തിൽ ഡെവലപ്പ് ചെയ്യാൻ സാഹചര്യമുണ്ട് പസഫിക് ഓഷ്യനിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കൂടുതൽ മഴ ഉണ്ടാവാൻ സാധ്യത എന്നാണ് പറയുന്നത്. ഇത് സെപ്റ്റംബറിലും കൂടുതൽ മഴ ഉണ്ടാവാൻ വേണ്ടി കാരണമാകും എന്ന് IMD പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി അൺയൂഷ്വലി നമുക്ക് സെപ്റ്റംബറിലും ഒക്ടോബറിലും മഴ സാധാരണ നോർമലി ഉണ്ടാവാറില്ല, പക്ഷേ ഇത് അൺയൂഷ്വൽ ആണ്. അപ്പോൾ ഇത് നോർമലി സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് റിട്രീറ്റിംഗ് ഓഫ് മൺസൂൺ, അതായത് മൺസൂൺ അതിൻ്റെ പിൻവാങ്ങൽ സമയമാണ് നോർമലി നമ്മുടെ മൺസൂൺ കലണ്ടറൊക്കെ പ്രകാരം. ബട്ട് ഇവിടെ കൂടുതൽ മഴ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇത് കാര്യമായിട്ട് നമ്മളുടെ വിന്റർ സോയിങ്ങിനെ ബാധിക്കും, അതുപോലെ തന്നെ എയർ പൊല്യൂഷനെയൊക്കെ വർദ്ധിക്കുന്നതിന് വേണ്ടി കാരണമാകും എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ടാണ്. ഹോം മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ കേരളത്തിന് ഓൾറെഡി വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി എന്താണ് ഈ ഒരു വാർണിംഗ്, എന്താണ് ഈ ലാൻഡ് സ്ലൈഡ് വാർണിംഗ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ആസ്പെക്റ്റിലേക്ക് നമ്മൾ പോകുന്നില്ല. അതായത് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ കേരളത്തിന് ഓൾറെഡി ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും എന്നതിനെ സംബന്ധിച്ച് വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കേരള ഗവൺമെൻറ് കൃത്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കാത്തതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായെന്നാണ് സെൻട്രൽ ഗവൺമെന്റ് ആരോപിച്ചിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ജൂലൈ 18-ാം തീയതി IMDയുടെ ഫോർകാസ്റ്റ് ഉണ്ടായിരുന്നു കേരളത്തിലെ ഫ്ലാഷ് ഫ്ലഡിന്, പ്രത്യേകിച്ച് നോർത്തേൺ കേരളയിൽ സാധ്യതയുണ്ടെന്നും ഈ ഒരു ഫോർകാസ്റ്റുകൾ ജൂലൈ 18 മുതൽ 31 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും കേരള ഗവൺമെന്റ് ഇതിനെ മൈൻഡ് ചെയ്തില്ല എന്നാണ് പറയുന്നത്. ജൂലൈ 23-നും ഇതേപോലെ ഹെവി റെയിൻഫോളിന്റെ വാർണിംഗ് നൽകിയിട്ടുണ്ടായിരുന്നു, യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു, ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ കേരളം കേരളം അവഗണിച്ചു എന്നാണ് ഗവൺമെന്റ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി IMD റിലീസ് ചെയ്യുന്നത് വെച്ചാൽ യെല്ലോ അലേർട്ടാണ് ജൂലൈ 26-ന് നൽകിയിട്ടുണ്ടായിരുന്നതെന്നാണ് പറയുന്നതായിട്ടുള്ളത്. പക്ഷേ ഓർത്തു വെക്കുക, ഈ ഒരു വാർണിംഗ് അലേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ റെയിൻഫാളുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ അല്ലേ. റെഡ് അലേർട്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ റെയിൻ പെയ്യും എന്നാണ് നമ്മൾ അലോക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ലാൻഡ് സ്ലൈഡുകളുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നതെന്നും കൂടി ഓർത്തു വെക്കുന്നതായിട്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് വെച്ചാൽ, അതായത് ഈ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് റെയിനുമായി ലിങ്ക് ചെയ്തിട്ടാണ് നോർമലി തരുന്നതായിട്ടുള്ളത്. അതായത് റെഡ് അലേർട്ട് എന്ന് പറയുമ്പോൾ അത് നമ്മളെന്താ റെയിനുമായിട്ടാണ് ലിങ്ക് ചെയ്ത് തരുന്നത്, അല്ലാതെ ഇതിനെ ലാൻഡ് സ്ലൈഡുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത് ഈ റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട്, യെല്ലോ അലേർട്ട്, ഗ്രീൻ അലേർട്ട് ഇത് ലാൻഡ് സ്ലൈഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ്. അതായത് ഹെവി റെയിൻ പ്ലസ് വെരി ഹൈ പോസിബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ലാൻഡ് സ്ലൈഡ് എന്നാണ് വെരി ഹൈ റെഡ് അലേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൈ അലേർട്ട് അതായത് ഓറഞ്ച് അലേർട്ട് കൊണ്ട് ഹൈ പോസിബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ലാൻഡ് സ്ലൈഡ് ഇൻ 1 or more ലൊക്കേഷൻ എന്നുള്ളതാണ് ലോക്കലൈസ്ഡ്. മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് പോസിബിലിറ്റി, ലോ എന്ന് പറഞ്ഞാൽ ലോ പോസിബിലിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നതാണ് സെൻട്രൽ ഗവൺമെന്റ് പറയുന്നതായിട്ടുള്ളത്. അതായത് ഇവിടെ നമ്മൾ റെഡ് അലേർട്ട് എന്ന് നമ്മൾ വാർത്തയിൽ കേൾക്കാറുണ്ട്, പക്ഷേ റെഡ് അലേർട്ട് നമ്മൾ മഴയുടെ അളവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഉദ്ദേശിക്കാറുള്ളത്. പക്ഷേ അതിനെ ലാൻഡ് സ്ലൈഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ഹോം മിനിസ്ട്രി പറഞ്ഞിട്ടുള്ളതെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിരുന്നു. അപ്പോൾ ആക്ച്വലി ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് വാർണിംഗുകൾ ഇഷ്യൂ ചെയ്യാറുണ്ട്, ഈ വാർണിംഗുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഈ വാർണിംഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും റെയിൻഫോൾ റിലേറ്റഡ് ആയിട്ടാണ്, ഫ്ലാഷ് ഫ്ലഡ് അതുപോലെ തന്നെ ജനറൽ മൺസൂൺ അപ്ഡേറ്റുകളും തരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന് കീഴിൽ വർക്ക് ചെയ്യുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് 2012 തന്നെ നാഷണൽ മൺസൂൺ മിഷൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ മൺസൂൺ മിഷൻ എന്ന രീതിയിൽ ഒരു പ്രഡിക്ഷൻ ക്യാപ്പബിലിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് ഫേസ് 2017 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു IMDയുടെ പ്രഡിക്ഷൻ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്നത്ര ഇതിൻ്റെ സെക്കൻഡ് ഫേസ് സെപ്റ്റംബർ 2017 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും വെതർ എക്സ്ട്രീംസും അതുപോലെ അപ്ലിക്കേഷൻസും അഗ്രികൾച്ചറിനും ഹൈഡ്രോളജിക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻസ്. MM2 അറ്റ്മോസ്ഫിയർ ആൻഡ് ക്ലൈമറ്റ് റിസർച്ച് മോഡൽ ഒബ്സർവിംഗ് സിസ്റ്റംസും സർവീസസും ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നും കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ആക്ച്വലി ഈ ഒരു ആദ്യത്തെ സിസ്റ്റത്തിൽ ജസ്റ്റ് റെഡ് അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻ മാത്രം ലിങ്ക്ഡ് ആണ്. സെക്കൻഡ് സിസ്റ്റത്തിൽ MM2 റെഡ് അലേർട്ട് എന്ന് പറഞ്ഞാൽ ലാൻഡ് സൈഡുമായിട്ട് ലിങ്ക് ചെയ്യണം. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു കൺഫ്യൂഷനാണ് ആക്ച്വലി പറയുന്നത് ഓർത്ത് വെക്കുക. മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ആക്ച്വലി 2012 സിസ്റ്റം വെച്ചിട്ടാണ് ഇപ്പോഴും അലേർട്ട് തരുന്നത്, 2017 സിസ്റ്റം വെച്ചിട്ടല്ല എന്നുള്ളതാണ്. അതേസമയത്ത് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞത് 2017
എക്സ്ട്രീം വെതർ ഈവൻസുമായി ബന്ധപ്പെട്ടുള്ള അലേർട്ടുകളും നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു ബ്രോഡ്കാസ്റ്റേഴ്സ് ബില്ലിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് കൃത്യമായിട്ടുള്ളൊരു ട്രാൻസ്പെറൻസി ഇല്ലാതെയാണ് ആ ബില്ലുമായി ബന്ധപ്പെട്ട ഡ്രാഫ്റ്റ് ബില്ലുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നടക്കുന്നതെന്നാണ് ഇവിടെ എഡിറ്റോറിയലിൽ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് വിഷയം എന്നുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.